ഹലോ എവ്രി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. നമ്മുടെ സ്റ്റേജ് 1 നടന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലായിരുന്നോ, അതേപോലെ സിലബസിൽ കൊടുത്ത സബ്ജക്ട്സുകളെല്ലാം തന്നെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേജുകാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ സ്റ്റേജ് 1 വെച്ചിട്ട് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം ടേബിളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പല സബ്ജക്റ്റുകളിലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തന്നെ അടുത്ത എക്സാമും വരുമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഇത് വെച്ചിട്ട് മനസ്സിലാക്കണം, നമ്മൾ ചില സബ്ജക്റ്റുകൾക്ക് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ അതെന്തായിരിക്കും, നമുക്ക് ദോഷവും ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നതിന്റെ കാരണം, ഈ 10 ക്വസ്റ്റ്യൻ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യനും എടുത്തിരിക്കുന്നത് ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നുമാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആയിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്നത്. ഞാൻ ഏതൊക്കെ ഹിസ്റ്ററി ക്ലാസ് എടുത്തിട്ടുണ്ടോ, കേരള ഹിസ്റ്ററിയുടെ ഏതൊക്കെ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മോക്ക് ടെസ്റ്റിലോ ഏതെങ്കിലും പറയുമ്പോഴോ അപ്പോഴെല്ലാം ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 നിങ്ങൾ വായിക്കാതെ പോകരുത് എന്നുള്ളത്. അത് കേട്ട് നിങ്ങൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ആ ഒരു ചാപ്റ്ററിന്റെ പല ഭാഗത്തു നിന്നായിട്ടാണ് ഈ 10 ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ 10 ക്വസ്റ്റ്യൻ സോഴ്സിന് വേണ്ടിയിട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 അല്ല 13 14 ക്വസ്റ്റ്യനുകളോളം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് കേരള ഹിസ്റ്ററി ചിതറി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ചോദിച്ചിരിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ 8 നിന്ന് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക കേട്ടോ. ഞാനിവിടെ റെഡിങ്കിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ 30ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നതാണ് 1971 കുളച്ചൽ യുദ്ധം. അപ്പോൾ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ നിന്നുമാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 അതുപോലെ പഴശ്ശി കലാപത്തെ പറ്റി ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കുണ്ടറ വിളംബരം നടന്നത് എന്നാന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെയിൽപാത എന്നാണ് വന്നത്, ഈ പാഠത്തിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ കയർ ഫാക്ടറി എവിടെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആലപ്പുഴയിലാണ്. അതുപോലെ പള്ളിവാസലിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാള ഭാഷയിൽ ആദ്യത്തെ നിഘണ്ടു രൂപകൽപ്പന ചെയ്തത് ആരാണ്? അർണോസ് പാതിരി, ഇവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർവതി ഭായിയുമായി ബന്ധപ്പെട്ട 1817 പ്രൈമറി വിദ്യാഭ്യാസം ക്വസ്റ്റ്യൻ വന്നതാണ്. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘം, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഈ ഒരു ടേബിളിൽ നിന്നാണ്. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ അരിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദൈവദശകം കൊടുത്തിട്ടുണ്ട്, ആത്മോപദേശ ശതകമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ടി.കെ. മാധവൻ, ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഇനി ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട മഞ്ചേരിയിലെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ, ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കീഴരിയൂർ ബോംബ് കേസ് നമ്മുടെ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെടാത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, കാണുക. അപ്പോൾ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളി മെമ്മോറിയൽ, പുന്നപ്ര വയലാർ സമരം, അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം. കീഴരിയൂർ പറഞ്ഞിരിക്കുന്നത് മലബാറിലാണ്, അത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിച്ചത് കേട്ടോ. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇനിയുള്ള എക്സാമുകാരും എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾ ഒരു വട്ടം വായിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇനി വായിക്കാതിരിക്കരുത്. നിങ്ങളൊരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്താൽ മതി. ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടിട്ടുണ്ട് ഈ ഒരു SCRT ചാപ്റ്റർ ഉണ്ടത്, അത് നിങ്ങളൊന്ന് കയറി കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തവും പറഞ്ഞു തന്നെയാണ് അതിനകത്ത് പോയിരിക്കുന്നത്. കൂടുതൽ എക്സ്ട്രാ ഫാക്ട്സുകളും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള സ്റ്റേജുകാർ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കയറി കാണുക. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ വീഡിയോ ലിങ്ക്. ഇനി ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ കാണുന്ന 10 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും കൂടെ ചേർത്ത് നമുക്ക് ഓൾമോസ്റ്റ് 29 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് രണ്ടും കൂടെ ചേർത്ത് 20 ക്വസ്റ്റ്യൻ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് 29 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്താണ് കുറിച്യ കലാപമൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറിച്യ കലാപത്തിന്റെ തന്നെ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് കുറിച്യ കലാപമാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ പഴശ്ശി കലാപമോ
ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കലാപം ചോദിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ പരീക്ഷ കലാപത്തിന്റെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുണ്ടറ വിളംബരം, കുളച്ചൽ യുദ്ധം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം അടുത്ത പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. കുറിച്ച കലാപം തന്നെ വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കുറിച്ച കലാപം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് 3 ക്വസ്റ്റ്യന്റെയും ആൻസർ എന്ത് ചെയ്യും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നന്നായിട്ട് തന്നെ നമ്മൾ SCRT തന്നിട്ടുള്ള ആ ഫാക്ട്സുകൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുന്നവർക്ക് നന്നായിട്ട് തന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നമുക്ക് അധികം SCRT കണ്ടിട്ടില്ലാത്തത്. അൽ അമീൻ എന്ന് പറയുന്ന പത്രം, അതും നിങ്ങൾക്ക് അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് എന്നറിയാമെങ്കിൽ പോലും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും ചെറിയ ബേസിക് ഫാക്ട്സ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിക്കായിരുന്നു ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം എന്താണ് SCRT ഫാക്ട്സുകളാണ് കേട്ടോ. SCRT പല ഭാഗങ്ങളിലായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 10ാം ക്ലാസ്സിലെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് തന്നെ SCRT 10ാം ക്ലാസ്സിൻ്റെത് മിനിമം വായിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് മാത്രം ഒന്ന് വായിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ടും അതിൽ നിന്നുമാണ് ഹിസ്റ്ററി ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത പ്രാവശ്യത്തെ സ്റ്റേജുകാർക്കും കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും ഹിസ്റ്ററിയിൽ നിന്നാണ് ചോദിച്ചതാണ്. കുറിച്ച കലാപത്തിന്റെ ക്വസ്റ്റ്യൻ വീണ്ടും ഉൾപ്പെടുത്തിയിരുന്നേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കൂ, ഇതെല്ലാം വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ MCQന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വർഷത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഒരു ലാസ്റ്റ് മിനിറ്റിൽ എല്ലാത്തിൻ്റെയും വർഷങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോയവർക്കൊക്കെ നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹിസ്റ്ററിയും വർഷവുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ഇപ്പം കൂടുതലായിട്ടും ചോദിച്ചു വരുന്നുണ്ട്. അത് ഇനിയുള്ള സ്റ്റേജുകളിലും ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വർഷങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഈ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് അതിർത്തി ഗാന്ധിയുടെ മരണം അറിയില്ലെങ്കിൽ കൂടി പോലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കാരണം അതിർത്തി ഗാന്ധി നമ്മൾ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പഠിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഇന്ത്യ പാക് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അദ്ദേഹത്തെ കൂടുതൽ പഠിക്കുന്നത്, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അപ്പം എന്തായാലും മലബാർ കലാപവും ക്ഷേത്രപ്രവേശവും ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. മലബാർ കലാപവും ക്ഷേത്രപ്രവേശന വിളംബരവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡേറ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. മലബാർ കലാപമാണ് ആദ്യം വരുന്നത്. അപ്പോൾ തന്നെ എന്താണ് ആദ്യം വരുന്ന ഓപ്ഷൻസ് എയും ബിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടെണ്ണം എലിമിനേറ്റ് ആയി പോയി. പിന്നുള്ളത് അതിർത്തി ഗാന്ധിയാണോ ക്ഷേത്രപ്രവേശനമാണോ എന്നുള്ളതാണ്. അതിർത്തി ഗാന്ധിയുടെ മരണം നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് എന്ന് ഓർമ്മയുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ഈ ഒരു ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഈ വക സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് കുറച്ച് എലിമിനേഷൻ ടെക്നിക്സും കൂടെ എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ കുറച്ചൊന്ന് എലിമിനേഷൻ കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ളത്. 29 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഈ ഒരു എക്സാമിന് വെയിറ്റേജ് കൂടുതൽ ഹിസ്റ്ററിക്കായിരുന്നു അവർ കൊടുത്തിരുന്നത്. അടുത്തൊരു എക്സാമിന് ഹിസ്റ്ററിക്ക് വെയിറ്റേജ് കൂടുതൽ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് ഇപ്പം ഹിസ്റ്ററി എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഹിസ്റ്ററിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ബാക്കി സബ്ജക്ട്സുകൾ മാത്രം നോക്കി പഠിച്ചു വെച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു എക്സാമിന് കൂടുതൽ മാർക്കും ചോദിച്ചത് ഹിസ്റ്ററിയിൽ നിന്നാണ്. ചിലപ്പോൾ അടുത്തൊരു എക്സാമിനും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. SCRT വെച്ചെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത് റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിനൈസൻസിൽ നിന്ന് എന്തായാലും ഒരു 5 മാർക്കോളം ചോദ്യങ്ങൾ ചോദിക്കും കേരള ഹിസ്റ്ററിയിൽ നിന്ന്. പക്ഷെ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞ് കൊടുത്തൊരു ക്വസ്റ്റ്യനിൽ ആകെ ഒരൊറ്റ റിനൈസൻസേ ചോദിച്ചോളൂ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ഭാഗങ്ങളിലായിട്ട് റിനൈസൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യങ്ങളാണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 ക്വസ്റ്റ്യനോളം നമുക്ക് ചോദിച്ചിട്ടുണ്ട് റിനൈസൻസിൽ നിന്ന് കേട്ടോ. അപ്പം നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള അതേ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞു ജന്മസ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കണം. കുറച്ച് നവോത്ഥാന നായകരെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കുറിച്ച് ഉള്ളത് ഓർത്ത് വെക്കുക. അവരെ കുറിച്ച് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടാണ് നിങ്ങളടുത്ത് ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ പോലും മാറ്റാതെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ആത്മവിദ്യാ സംഘവും അതുപോലെ യോഗക്ഷേമ സഭയൊക്കെ SCRTയിൽ കൊടുത്തിട്ടുള്ള ഫാക്റ്റാണ്. അപ്പോൾ SCRTയിൽ ആ ചാപ്റ്റർ 8 തന്നെ ഒരു ടേബിൾ ഉണ്ട് റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന സംഘടനകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അത്യാവശ്യം റിനൈസൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വരാറുണ്ട്. PYQs വെച്ചിട്ട് റിനൈസൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
നമ്മളല്ലാതെ റിനൈസൻസ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ടാസ്ക് ആണ്. അത് ഇപ്പൊ ചെയ്യരുത്, ഈ ലാസ്റ്റ് മിനിറ്റ് ചെയ്യരുത്. കാരണം ഒരുപാട് നവോത്ഥാന നായകരുണ്ട്, നമുക്കതൊന്നും വേണ്ട. നമുക്ക് വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-5 പേരെ മാത്രം പഠിച്ചാൽ മതി. എപ്പോഴും PSC ചോദിച്ചു വരുന്ന റിനൈസൻസ് ലീഡേഴ്സ് എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. VT ഭട്ടതിരിപ്പാടിന്റെ ക്വസ്റ്റ്യൻസ് അത് റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ നാടകമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാറ്. പിന്നെ ഈ പറയുന്ന വാഗ്ഭടാനന്ദന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ഈ ആത്മവിദ്യാ സംഘം റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ചാവറയച്ചന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ പൊയ്കേൽ യോഹന്നാന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും റിനൈസൻസ് ലീഡേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. PYQs മാത്രം റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. കേരള ജോഗ്രഫിയിൽ നിന്നും മൊത്തത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7 ക്വസ്റ്റ്യനെ കേരള ജോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് കൂട്ടാം. ജലവിഭവ വകുപ്പ് മന്ത്രി ആര് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൂട്ടാം. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ 7 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് എല്ലാം തന്നെ എന്താണ്, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വലിയ കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. പൊതുവേ പ്രിലിംസിന് ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമേ ചോദിക്കാറുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ബേസുകൾ ഉറപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് പഠിച്ചിരിക്കുന്നവരായിക്കോട്ടെ, ആരാണെങ്കിലും ബേസ് നന്നായിട്ട് അറിയാമെങ്കിൽ വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്ന കാര്യം ബേസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ജോഗ്രഫിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് കേട്ടോ. നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ജോഗ്രഫി ആയിട്ട് ഉൾപ്പെട്ട് പറയുന്നില്ല. അല്ലാതെയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇതിനെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താം. ബാക്കിയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് ജോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് SCRT-യിൽ നിന്നും കുറവായിരുന്നു ഈ പ്രാവശ്യം ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. കിബിൾ ലഞ്ചാവോ ദേശീയ ഉദ്യാനം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? കിബിൾ ലഞ്ചാവോന്റെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ദേശീയ ഉദ്യാനമാണ് കിബിൾ ലഞ്ചാവോ. അതിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ആരും തന്നെ തെറ്റിക്കരുത്. നമുക്ക് എളുപ്പത്തിൽ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. പക്ഷെ അത് തെറ്റിക്കാതിരിക്കുക. നമ്മൾ SCRT-യിൽ നവംബർ വരെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഏത് കാലമാണ്? ഖാരിഫ് കാലമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അവശിഷ്ട പർവ്വതങ്ങൾ ഇഷ്ടംപോലെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ആരവല്ലി എന്ന് പറയുന്നത്. പിന്നെ ഇത് അധികം കണ്ടിട്ടില്ല. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖനന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണെന്നുള്ളത് ചുവപ്പ് മണ്ണാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് SCRT-യിൽ നമ്മൾക്കൊരു ടേബിൾ ഉണ്ട്. SCRT-യിൽ ജോഗ്രഫിയിൽ 10ാം ക്ലാസ്സിൽ തന്നെ ജോഗ്രഫിയിൽ ഒരു ടേബിൾ ഉണ്ട്. അതിനകത്ത് ചെമ്പിന്റെ നിക്ഷേപമുള്ള സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, രാജസ്ഥാനാണ്. ഇവിടെ മധ്യപ്രദേശ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് മധ്യപ്രദേശ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ടേബിൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് SCRT-യിൽ കൊടുത്തിരിക്കുന്നത് ബിറ്റുമിനസ് എന്ന് പറയുന്ന ഇടത്തരം ഗുണനിലവാരമുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഏത് എന്ന് അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്ത്രസൈറ്റ് പ്രീവിയസ് ആയിട്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സിലോ അല്ലെങ്കിൽ മിസ്ലേനിയസ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 20ാമത് ചോദിച്ചിരിക്കുന്നത് ചിപ്കോ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിലബസ് അനുസരിച്ചിട്ട് നമ്മുടെ ജോഗ്രഫി പാർട്ടിൽ വരുന്നതല്ല, ഇത് സയൻസ് പാർട്ടിലാണ് വരുന്നത്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സയൻസ് പാർട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ക്വസ്റ്റ്യൻ. സിലബസ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത്. ഇനി അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈസി ആയിട്ട് 10 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വെറും 5 മാർക്കിനെ ചോദിച്ചുള്ളൂ കേട്ടോ. അപ്പൊ അതാ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് പലവട്ടം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യന്റെ എണ്ണം ചോദിച്ചത് വളരെ കുറഞ്ഞു പോയി. പക്ഷെ ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാം എന്താണ്, ഈസി ആയിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മളെ ക്ലാസ് കണ്ട് പഠിച്ചവർക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോവില്ല. അത്രയും നന്നായിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ക്ലാസ് ഒന്ന് കയറി കാണുക കേട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എല്ലാ പോയിന്റും ആ ഒരു സിലബസ് കവർ ചെയ്യുന്ന എല്ലാ പോയിന്റും പറഞ്ഞാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 5 ക്വസ്റ്റ്യനും പിന്നെ ഒരു കറണ്ട് അഫയേഴ്സുമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ദേശീയ ഗാനം ഗീതം എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ വിവരാവകാശത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൗലിക ചുമതലകളെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം സിലബസ് എന്ത് ചെയ്തു, കവർ ചെയ്തു അവര്. പക്ഷെ ക്വസ്റ്റ്യന്റെ എണ്ണം എന്ത് ചെയ്തു, കുറച്ച് കളഞ്ഞു. 5 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറഞ്ഞു പോയി. ഇനി നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഓൾമോസ്റ്റ് നമുക്ക് പറയാം 11ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബ്രിക്സിനെ കുറിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിക്സ് റഷ്യയിലാണ് കസാനിലാണ് നടന്നത് എന്നറിയാവുന്നവർക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2009 ബ്രിക്സ് രൂപം കൊണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ബ്രിക്സ് രൂപം കൊണ്ടത് 2006 ബ്രിക്സിന്റെ ആദ്യത്തെ സമ്മേളനമാണ് 2009 നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഷോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് തന്നെ. ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായിരുന്നു ഏത്? വയനാട് എന്ന് പറയുന്നത്. നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇലക്ഷൻ നടന്നത് പാലക്കാടും ചേലക്കരയും മാത്രമായിരുന്നു. അത് ഓർത്തിരിക്കുക, നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കറണ്ട് അഫയേഴ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് പ്രീവൈസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. തമിഴ്നാട് ആൻസർ വരുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കെ കൃഷ്ണൻകുട്ടി, ചിലർക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. കെ കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിലെ മന്ത്രിയാണ് കേട്ടോ. റോഷി അഗസ്റ്റിൻ തന്നെയാണ് ഏത്? ജലവിഭവം, വാട്ടർ റിസോഴ്സ് റോഷി അഗസ്റ്റിൻ്റെ തന്നെയാണ്. പിന്നെ കേരള പ്രഭ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് ബേസിക് ആയിട്ട് നമ്മൾ ഓർത്തിരുന്ന് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കൊച്ചി മെട്രോ ഒരു സ്റ്റാറ്റിക് GK ആയിട്ട് മാറിയ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പോൾ ഇനിയുള്ളവരും കൊച്ചി മെട്രോയെ കുറിച്ച് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് സാഹിത്യത്തിനുള്ള നോബൽ. ഞങ്ങൾ ലാസ്റ്റത്തെ മോഡൽ എക്സാമിൽ ഞാൻ പറഞ്ഞിരുന്നു സാഹിത്യത്തിനുള്ള നോബൽ 2024 പഠിച്ചിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. 23ആണോ 24ആണോ ചോദിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 24 കുറിച്ചിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകാർ എന്ത് ചെയ്യുക, 24 നോബൽ പ്രൈസ് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാം. ഒരു ഓൾമോസ്റ്റ് നമുക്ക് ആ നോബൽ പ്രൈസിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK പോർഷനിൽ പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജ്ഞാനപീഠ പുരസ്കാരം കറണ്ട് അഫയേഴ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് 9 ക്വസ്റ്റ്യനോളം കറണ്ട് അഫയേഴ്സിലുണ്ട്, 2 മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ. അപ്പോൾ ഓൾമോസ്റ്റ് 11 ക്വസ്റ്റ്യനോളം കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മുടെ 60 ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കാണ് കേട്ടോ. ഹിസ്റ്ററി കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് ചോദിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറും 5 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഒന്ന് വിലയിരുത്തിയിട്ട് വേണം ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് കേട്ടോ. ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ വേണ്ട എന്ന് വെച്ച് കളഞ്ഞിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് മാക്സിമം ഹിസ്റ്ററിയൊക്കെയാണ് മാറ്റി വെച്ചിരിക്കുന്നതെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, SCRT വെച്ച് തന്നെ റെഫർ ചെയ്യുക. നിങ്ങൾ ആ ഒരു ചാപ്റ്റർ 8 പഠിക്കാൻ മറന്നേ പോകരുത്. SCRT കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ആധുനികതയിലേക്ക് ഇനിയും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്ത സ്റ്റേജുകാർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, 2 ആഴ്ച ഉണ്ട് ഇനി എക്സാമിന് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറകെ തൂങ്ങരുത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 4-5 ദിവസം ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് ബാക്കി എല്ലാം പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ബാക്കി കാര്യങ്ങളും എല്ലാം പഠിക്കാനായിട്ട് മാക്സിമം ഒരാഴ്ച യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ബാക്കി ഇതിൽ നിന്ന് ചോദിക്കാത്ത കാര്യങ്ങളും ബാക്കി SCRTയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് കൂടുതലായിട്ട് പഠിക്കുക. അല്ലാതെ 2 ആഴ്ചയും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി അടുത്തത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യരുത്, അവിടെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ട് പോകരുത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എങ്ങാനും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണ്ടേ. അപ്പോൾ ഇതും പഠിച്ചിരിക്കണം, എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവരും കറക്റ്റായിട്ട്. ഇനി വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ നമുക്ക് ആ ഒരു ഡേറ്റുകൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.